മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ നഗരത്തിലെ യുവാവിന്റെ കൊലപാതകം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊലയ്ക്ക് ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് മാർക്കറ്റ് റോഡിലൂടെയെന്ന് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർ പോലീസ് കസ്റ്റഡിയിലുള്ളതായി വിവരം. ഇന്ന് പുലർച്ചെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിന്റെ വരാന്തയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പറവണ സ്വദേശി പള്ളാത്ത് ആദമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം കൊണ്ടുപോയത്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും പേർ പോലീസ് കസ്റ്റഡിയിലായതാണ് സൂചന. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷ. ആദമിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് സംഘവും തെളിവ് ശേഖരിച്ചു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. मुंबई ആദമിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കല്ലിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ മാർക്കറ്റ് റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷൻ വരെ ഓടി ശേഷം നിന്നു. കൃത്യത്തിന് ശേഷം മാർക്കറ്റ് റോഡിലൂടെ കൊലയാളി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് നിഗമനം. കൊല നടത്തിയത് ഒരാളാണോ ഒന്നിലധികം പേർ ചേർന്നാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് കല്ലുകളില്ല എന്നിരിക്കെ മറ്റിടത്തുനിന്ന് കല്ല് എത്തിച്ച് തലയിലിടുകയായിരുന്നുവെന്നും കരുതുന്നു. കൊലയ്ക്ക് കാരണമായത് എന്തെന്നതിലും വ്യക്തത വരുത്താനുണ്ട്. തിരൂർ DSP KM ബിജു, CI MJ ജിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.